മധ്യപ്രദേശിലെ വിദിഷയിൽ ദീപാവലി ആഘോഷത്തിന് കളിത്തോക്ക് ഉപയോഗിച്ച 14 കുട്ടികളുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടതായി റിപ്പോർട്ട്. നിരോധിത കാർബൈഡ് ഗൺ ആണ് കുട്ടികൾ ഉപയോഗിച്ചത്. 122 കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ആദിൽ പാലോട് നൽകും വിശദാംശങ്ങൾ. ആദിൽ, ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? വളരെ പ്രധാനപ്പെട്ട ഒരു ദുരന്തത്തിന്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാർബൈഡ് ഗൺ ഉപയോഗിച്ച കുട്ടികൾക്കാണ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത്. ഇതിൽ 14 കുട്ടികളുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ, അത്യന്തം ഖേദകരമായ ഒരു വാർത്ത. കാർബൈഡ് ഗൺ ഉപയോഗിക്കുമ്പോൾ ചെറു ലോഹ കഷ്ണങ്ങളും കാർബൈഡ് വാതകവും പുറന്തള്ളും. ഇത് കണ്ണിന്റെ റെറ്റിനയെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത്. ഏതായാലും വലിയ വിവാദമായി തന്നെ ഇത് മാറുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. വിവിധ ജില്ലകളിൽ, പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ദുരന്തമുണ്ടായത്, കുട്ടികൾക്ക് പ്രശ്നമുണ്ടായത് വിദിഷ ജില്ലയിലാണ്. ഇവിടെ ആകെ 122 കുട്ടികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് പറയുന്നത്. ഇതിൽ 14 കുട്ടികളുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ഏതായാലും 150 രൂപ 200 രൂപ വില വരുന്ന തോക്കാണിത്. കളിത്തോക്ക് എന്ന് കരുതി വാങ്ങി കളിക്കുന്നതാണ് കുട്ടികൾ. പക്ഷേ വലിയ ബോംബിന് സമാനമായ വലിയ സ്ഫോടന ശബ്ദമാണ് ഇത് ഉപയോഗിക്കുമ്പോൾ വരുന്നത്. പിന്നീട് ഈ കുട്ടികളുടെ കാഴ്ചശക്തി നഷ്ടപ്പെടുകയായിരുന്നു. ആശുപത്രികളിൽ ഇപ്പോഴും നിരവധി 100-ലധികം കുട്ടികൾ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. അതിൽ ഈ 122 കുട്ടികളും വിദിഷയിൽ നിന്നുള്ളവരാണോ? ഇവരെല്ലാം വാങ്ങിയത് ഒരേ സ്ഥലത്ത് നിന്നാണോ? എങ്ങനെയാണ് ഇത് തന്നെയാണെന്ന് ഉറപ്പിക്കുന്നത്? എന്താണത് മനസ്സിലാക്കുന്നത്? ഈ ഭോപ്പാൽ, ഇൻഡോർ, ജബൽപൂർ, ഗോളിയോർ എന്നിവിടങ്ങളിലെല്ലാം ഈ പ്രശ്നമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സർക്കാരിന്റെ നിരോധനമുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള തോക്കുകൾ വിൽക്കുന്നതിന്, കാർബൈഡ് ഗണ്ണുകൾ വിൽക്കുന്നതിന് സർക്കാരിന്റെ നിരോധനമുണ്ടായിരുന്നു. പക്ഷേ നിരോധനം ലംഘിച്ച് ചെറുകിട വ്യവസായം എന്ന രൂപത്തിൽ ഇത് നിർമ്മിക്കുകയും ഗ്രാമങ്ങളിൽ വിതരണം ചെയ്യുകയുമായിരുന്നു. ഏതായാലും കളിത്തോക്കാണ്, ദീപാവലിയാണ്, ആ നിലയിലാണ് കുട്ടികൾക്ക് ഇത് മാതാപിതാക്കൾ വാങ്ങി നൽകുകയും കുട്ടികൾ ഉപയോഗിക്കുകയും ചെയ്തു. ഏതായാലും വലിയൊരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ആകെ 122 കുട്ടികൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇതിൽ 14 പേരുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നത് ഇപ്പോൾ സ്ഥിരീകരിച്ച് തന്നെ റിപ്പോർട്ടുകളായി പുറത്തു വരുന്നുണ്ട്. ശ്രുതി.